കുറച്ച് വൈഡായിട്ടേ ഓഫിലൊക്കെ നമ്മൾ കിട്ടാം, അല്ലാതെ ഇവിടെ നമ്മൾ പഠിക്കും കേട്ടാ. നിങ്ങൾ പോയിട്ടേ പന്ത് പിടിക്കട്ടെ. നശിച്ചവൻ തൊട്ടാ സിക്സാണല്ലോ, ബോൾ എടുത്ത് മടുക്കും. നീ കഴിഞ്ഞ ആഴ്ച വന്നില്ലല്ലോ. ഞാനടിച്ച ബോളേ ഇപ്പോഴും തെങ്ങിന്റെ മണ്ടയിൽ കിട്ടിയില്ല. ഇതിന് ഈ കാട്ടിൽ എവിടെയാടാ തെങ്ങ് നാറി? ഈ ബോൾ നോക്കി കടക്കെ പറഞ്ഞിട്ടുള്ളൂ. അല്ല, എന്താ ബ്രേക്കപ്പ് ആവാൻ റീസൺ? ഞാൻ ഇടുന്നതിന്റെ പക്കത്തെ എപ്പോഴെങ്കിലും നീ ഒന്ന് കാണിക്കേ. അടുത്ത ആഴ്ചത്തെ കാര്യം നീ എന്റെ അടുത്ത് ഉറപ്പ് തന്നല്ലേ. ഇപ്പൊ അത് ഓർമ്മയില്ലാന്നൊക്കെ പറഞ്ഞ ഇനി നീ അത് ഓർത്തിട്ട് എന്നെ വിളിച്ചാ മതി. എന്നിട്ട് കിട്ടിയ ഇല്ലടാ, സ്റ്റിൽ തിങ്ക്. നീ ആ പഴയ ചാറ്റ് എടുത്ത് നോക്കും, ചിലപ്പോൾ അതിലുണ്ടാവും. പഴയ ചേട്ടൊക്കെ ഞാൻ നോക്കിയതാടാ, എന്നാലും ഒന്നുകൂടി എടുത്ത് നോക്കാം. എടാ നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ ശ്രുതി വിളിച്ചൊന്ന് ചോദിക്കാൻ പറ്റുമോ? അവളും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, ചിലപ്പോൾ കിട്ടിയാലോ? പോയടാ, ഞാൻ അവരായിട്ട് ഫോൺ വിളിക്കാൻ മാത്രം ബന്ധത്തിലൊന്നുമല്ല. മാത്രമല്ല ഞാൻ ഈ പെണ്ണുകൾക്കൊന്നും ഫോൺ വിളിക്കാറില്ല. ഓ എൻ്റെ പൊന്നോ, ഞാൻ വിളിച്ചോളാം, എൻ്റെ ആവശ്യമായി പോയില്ലേ. ഹലോ ശ്രുതി, നീ എവിടെ? ഞാൻ വീട്ടില്. എന്താടാ? എടി അടുത്ത ആഴ്ച അഞ്ജലി വല്ല പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടോ? എന്ത് പരിപാടി? അഞ്ജലി ചിലപ്പോ വിളിക്കായിരിക്കും, ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഓ ഓക്കെടാ, വിളിക്കായിരിക്കും. ശരി. ഒരു മിനിറ്റ്, കട്ടാക്കല്ലേ. ആ കുര്യൻ ഉണ്ടാ നിന്റെ അടുത്ത്? കുര്യൻ തന്റെ ഇവിടെ ഉണ്ട്. അവനെ എന്നെ രാത്രി വിളിച്ച് ശല്യം ചെയ്തിട്ട് ഞാനിപ്പോ അവന്റെ നമ്പർ ബ്ലോക്ക് ആക്കിട്ടേക്കാം. ഇനി അവൻ എങ്ങാനും എന്നെ വിളിച്ച് ശല്യം ചെയ്താ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുമെന്ന് അവന്റെ അടുത്ത് പറഞ്ഞേക്ക്. ഈ നിർഗുണന്മാരെ അവിടെ നിന്ന് കാണിക്കണ. എടി അതെ, നമ്മൾ ആദ്യമായിട്ട് കിസ് ചെയ്തല്ലോ നീ പറയണേ. എടി അതെ, നമ്മളേ ആദ്യമായിട്ട് തന്നെ ഡേറ്റ് അല്ലാണോ നീ പറയണേ? എനിക്ക് മനസ്സിലായി, നിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയുടെ നിർത്തണല്ലേ നീ പറഞ്ഞേ. പക്ഷെ അതുമല്ലേ തേങ്ങ. പോർട്രേറ്റ് വേണ്ട, നോർമൽ ഫോട്ടോ ഇട്. എത്ര പോലെ ഞാൻ വിളിച്ചു, നീ ഹലോ പിന്നെന്താ പരിപാടി? ഡിന്നർ പോവാനോ? ഇന്നത് നടക്കില്ലടാ, ഇന്ന് പിള്ളേരായിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. നീ എന്തെങ്കിലും ഒരു ദിവസം എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? ഇഷ്ടമാണെങ്കിലും വിഷയം അടുത്ത തവണ എന്തായാലും നീ എന്ന് ഇതേപോലെ പറയും. എന്തായാലും മറും. എടാ, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് താജ്മഹൽ കാണാൻ പോവാം. അതാണോ നിനക്ക് ഇത്ര വലിയ ആഗ്രഹം? അല്ല, എന്താ പെട്ടെന്ന് താജ്മഹൽ കാണാൻ പോകുന്നൊരു മോഹം? ചെറുപ്പത്തിലൊക്കെ ടി വിയിൽ താജ്മഹൽ കാണുമ്പം എൻ്റെ മനസ്സിലൊരു ആഗ്രഹം തോന്നും, എനിക്കും താജ്മഹൽ കാണണം. പണ്ടൊക്കെ ഞാൻ ഇതും പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വാശി പിടിക്കും. അങ്ങനെ ഒരു ദിവസം അച്ഛൻ താജ്മഹൽ കാണാൻ പോകാൻ സമ്മതിച്ചു. അങ്ങനെ ഒരു വിഷുവിൻ്റെ അന്ന് ഞങ്ങളൊക്കെ ബാഗ് പാക്ക് ചെയ്ത് പുറപ്പെടാൻ നിന്നു. പക്ഷെ നേരെ പോയത് അമ്മ വീട്ടിലേക്കായിരുന്നു. പിന്നീട് ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല. അങ്ങനെ കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് അച്ഛനമ്മ ഡിവോഴ്സ്ഡ് ആയ. താജ്മഹൽ ഒന്നല്ല ഉദ്ദേശം, പക്ഷെ എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ
എനിക്കിതൊക്കെ ഓർമ്മ വരും. ഞാൻ എന്തോ ലൈഫിൽ എന്തോ ഞാൻ മിസ് ചെയ്ത പോലെ. എടാ രാവിലെ താജ്മഹൽ കാണാമോ? അടിക്കണില്ലേ? അടിക്കാം. ഒന്നുകൂടെ പോയാ ഉറങ്ങിയോ? ഇല്ല, പറഞ്ഞോ. നമുക്ക് താജ്മഹൽ കാണാൻ പോണ്ടേ? എങ്ങോട്ട്? നീയല്ലേ പറഞ്ഞേ താജ്മഹൽ കാണാൻ പോണെന്ന്. ഒന്ന് പോയേടാ, വെള്ളടിച്ച് തീരാ പാതിരാത്രി പോരൊന്നും പറയല്ലേ. അല്ല, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ. നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? അതെ, സീരിയസ് ആയിട്ട്. ടിക്കറ്റും ചെലവും എല്ലാം ഞാൻ എടുക്കാം. നമുക്ക് പോവാം. ഓക്കെ? ഇപ്രാവശ്യം നിന്നെ താജ്മഹൽ കാണിച്ചിരിക്കും ഞാൻ. എന്താ ഷുവർ. For the kind attention of passengers, train number 2069 from Secunderabad to Thiruvananthapuram Central, Shabari Express will arrive shortly on platform number 1.